തിരുമ്പാണ്ട് ഓക്കും കൊണ്ടുകൊടുക്കോളൂ തിരുമ്പിക്കോളും. ഇന്നലെ വരുമ്പോ ഒക്കെ ഉമ്മാനോട് പറയാം തിരുമ്പിക്കാൻ. ഞാൻ പറഞ്ഞ ഒരു വലിയ തീക്കാരം. ഉമ്മ നിന്റെ കുറച്ച് തിരുമ്പാണ്ടായിരുന്നു. തിരുമ്പാനുള്ളതോ? ഇജാണ് കൊണ്ടുകൊടുത്താളോളെടുത്ത്. നിങ്ങൾ കൊടുത്താളിങ്ങി ഞാൻ കൊടുത്തിട്ട് ഞാൻ ഒരു ഇത് വേണ്ട. എന്താ ഞാൻ ഓളടുത്ത് കൊണ്ടുകൊടുക്ക തിരുമ്പാനുള്ളത്. ഞാൻ ഇപ്പൊ കുട്ടികൾക്ക് വിളിച്ചിരുന്നു. എന്താ കുട്ടികളെ പാട്? കൊഴപ്പൊന്നുമില്ല മക്കൾക്ക്. ഓല അവിടെ ഉണ്ട് എന്നാ പറഞ്ഞത്. ഓലെന്താ ഇങ്ങോട്ട് വരാത്ത? ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറയാ നിങ്ങളാണ്ട് ഔത്തേക്ക് വരിട്ടോ. ഞാണ്ട് വരാം ഔത്തേക്ക്. ഇനി ഓള് കാണണ്ട. നേരത്തെ തന്നെ ഞാൻ ഫോൺ വിളിക്കണത് ഓള് കണ്ടിക്കണം. നിങ്ങൾ ഇന്റെ അടുത്തേക്ക് വരുന്ന ഓള് കാണണ്ട. ഓൾക്ക് ആ തിരുമ്പാളാണ് കൊടുത്താലും ഓള് പോയി തിരുമ്പിക്കോളും. ഞാൻ ഓളെ പറഞ്ഞയച്ചോളാം തിരുമ്പാ. എന്നിട്ട് ഞാണ്ട് വരാം. ഇത് കൊണ്ടുകൊടുത്തിട്ട് വരാം. നജ്ജ് തിരുമ്പണ കൂട്ടത്തിൽ ഇതും കൂടി ഒന്നാണ് തിരുമ്പിട്ടോ. ഓൾക്ക് പനിയല്ലേ, അപ്പൊ ഓൾക്ക് തിരുമ്പാനൊന്നും വെച്ചെന്ന. ഞാൻ തിരുമ്പിട്ടോളാം. എന്നാ വേഗം തിരുമ്പാൻ പോയിക്കൊന്നാല്. ഇനി എന്താ ഉണ്ടാക്കാനുള്ളത്? ഇനി അടുക്കളത്തെ പണികളൊക്കെ കഴിഞ്ഞിരിക്കണേ. ഇനി തിരുമ്പാനും കൂടി ഉള്ളു. എന്നാ ഞാൻ തിരുമ്പിട്ടാളെ പോയിട്ട്. ഇനി നേരം വെക്കണ്ട. ഓൾക്ക് ഉണങ്ങേണ്ടി വരും. ഓൾ അധികം ഡ്രസ്സൊന്നും കൊടുത്തിട്ടില്ല തോന്നുന്നുണ്ട്. ഇതാണ് തിരുമ്പിട്ടാളാ. എല്ലേതും ഇനി ഞാൻ തന്നെ ചെയ്യണം. റെസ്റ്റ് എന്ന് പറഞ്ഞ ഇനി സാധനം നിക്കില്ല. വീട്ടിൽ പോയി നിൽക്കാനാണെങ്കിൽ അതിനൊരു ഭാഗ്യമില്ല. ഇവൽക്കും ഇങ്ങനെ ഒരുക്കി കൊടുത്ത് ജീവിക്കാനാവും എന്റെ വിധി. നീ എന്തിനാ ഓളും ഞാൻ ഒത്തുക്ക് വിളിച്ചതാണോ? എന്താണ് ഇജ്ജ് വിളിച്ചത് ഔത്തേക്ക്? നിങ്ങൾ ഇങ്ങോട്ട് കേറി എന്നിട്ട് ഞാൻ വാതിലടക്കട്ടെ. കാര്യം പറയും. എന്താണ്? അവിടെ നിക്കാനൊന്നും വെച്ച. കാരണം എന്താ വെച്ചാ ആ തള്ള ഓരോന്ന് പറഞ്ഞ് തിരക്കൂട. ഒരു പണി എടുക്കാനിട്ട് കൂടില്ല. എല്ലാ പണിയും ഞാൻ ഒറ്റക്ക് എടുക്കും വേണം. അത് കാരണം ഞാൻ അങ്ങോട്ട് പോന്നതാണ്. ഇനി ഞാൻ പോകുന്നില്ല വെച്ചിട്ടാണ്. ആ തള്ളൊന്നും ചെജ്ജൂലല്ലേ. എന്നാ ഇജ്ജ് പോണ്ട. ഇനിയിപ്പൊ എന്തായാലും ഓലോടൊന്നും ഈ കാര്യം പറയാൻ നിക്കണ്ട. ഓലൊരു പണിക്കും പോണില്ല. പിന്നെപ്പൊ ഞാൻ എങ്ങനെ ഇപ്പൊ അവിടെ നിക്കുക? പട്ടിണി എടുക്കാൻ പറ്റുമോ? ഇവിടെ ആവുമ്പോ നല്ലപോലെ ഭക്ഷണം കഴിച്ചിട്ട് കുട്ടികളായിട്ട് നിക്കാലോ എന്ന് വിചാരിച്ചിട്ടാ. പിന്നെ എന്തെങ്കിലുമൊക്കെ പണിക്ക് പോണം വിചാരിക്കുന്നുണ്ട്. നല്ല കടയിലോ എവിടെയെങ്കിലൊക്കെ കേറണം. കുറച്ചും കൂടിയാണ് കഴിഞ്ഞിട്ടേ. മക്കൾക്കുള്ള ചെലവിനുള്ളത് ഞാന് ഓലോട് പറഞ്ഞിരുന്നു. മക്കൾക്ക് ചെലവിന് കൊടുന്നേരണമെന്നുള്ളു. ഞാൻ നേരത്തെ അയാളോട് വർത്താനം പറഞ്ഞ, എന്റെ മാപ്പിളിനോട് വർത്താനം പറഞ്ഞത് ഓള് കേട്ടിക്കണു. ഒളിഞ്ഞൊന്ന് കേട്ടാ തോന്നുന്നുണ്ട്. ഓള് എന്നോട് വന്നിട്ട് ചോദിച്ചു എന്തേലും പ്രശ്നം ഉണ്ടോ, എന്താ ഏതാന്നൊക്കെ. ഞാൻ പറഞ്ഞു ഒരു പ്രശ്നവും ഇല്ല. അപ്പൊ ഓള് പറഞ്ഞു കാക്കാനായിട്ട് എന്തേലും പ്രശ്നമുണ്ടോ, അളിയനായിട്ട് എന്തേലും പ്രശ്നമുണ്ടോ? ഞാൻ പറഞ്ഞു ഒരു പ്രശ്നം ചോദിച്ചു ഒളിഞ്ഞൊന്ന് കേട്ടയല്ലേന്ന് ചോദിച്ചപ്പോ ഓളൊന്നും ഉണ്ടാകാൻ പോയി. ഓള് കേട്ടിക്കണോ? ഇനി മതി, അത് മതി. ഇനി ഇപ്പൊ ഓരോട് പോയി പറയത്. ഓനാരും പറഞ്ഞോളും, ഞങ്ങളൊന്നും പറയണ്ട. ഇനിയിപ്പോ ഓനെ അറിയുമ്പോ അറിഞ്ഞോളും. ഇപ്പൊ ഇനി പറയാനൊന്നും നിക്കണ്ട. കുട്ടികളപ്പൊ എന്താ കാട്ടണ്? കുട്ടികള് കൊണ്ടുണ്ടോ? ഞാൻ ഇനി പോണില്ല. മക്കള് ഞാൻ 2 ദിവസം കഴിഞ്ഞ് അങ്ങോട്ട് വരും തോന്നുന്നുണ്ട്. പറഞ്ഞേക്കാന്നൊക്കെ പറഞ്ഞത് നേരത്തെ വിളിച്ചിട്ട്. ഞാൻ പറഞ്ഞേക്കണ് ഇനി എന്റെ ഫോണിക്ക് വിളിക്കാൻ നിക്കണ്ടെന്നൊക്കെ പറഞ്ഞേക്കണ്. പൈസ എന്തേലും അയക്കുകയാണെന്നുണ്ടെങ്കിൽ അക്കൗണ്ടിക്ക് ഇടേ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് വഴി അയക്കുക എന്തേലും ചെയ്യാൻ പറഞ്ഞേക്കും. അന്ന് ജാടെ പോയി കിടന്നെന്നാ. ഞാനാണ്ട് പുറത്തുക്കോട്ടെ. ഓളോടൊന്നും പറയാൻ നിക്കണ്ട. ജാടെ പോയി കിടന്ന നേരം
അപ്പൊ ആ പനി ഇളക്കണ്ട, വന്ന പനി ഒന്നാണ് മാറിക്കോട്ടെ. അവിടെ ഒരു ഭാഗത്ത് ഒതുങ്ങിയിരുന്നു. ഇപ്പൊ എന്തായാലും വെയ്യ. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നീച്ചിട്ട് കുളിക്കണം. കുറച്ചേരം ഫോണിലൊക്കെ നോക്കിട്ടിരിക്കട്ടെ. നേരം പോണിയ. ഞാൻ അടിച്ചു വരാന്. വിചാരിച്ചൊരിക്ക ഞാൻ കാല് കയറ്റിച്ചേരാം. ഇന്നെന്താ കൂട്ടാനുണ്ടാക്കണത്? കൂട്ടാന് ചിരങ്ങുണ്ട് ഉണ്ടാക്കി വെച്ചിട്ട്. കൊറേ അയക്കണു കൂട്ടാനൊക്കെ കൂട്ടിട്ട്, തേങ്ങ അരച്ച കറിയൊക്കെ കൂട്ടിയിട്ട്. അവിടെ പിന്നെ ഫുള്ള് മുളക് കറിയല്ലേ, കാരണം മനുഷ്യന്മാർക്ക് നല്ലപോലെ ഭക്ഷണം കഴിക്കാനും പറ്റുന്നു. ഉണ്ടാക്കട്ടാ. ഓളെ ഇഷ്ടത്തിന് ഇങ്ങനെ വെക്കാൻ നിക്ക. എന്റെ ഇഷ്ടം ഇനി കുറച്ച് നടക്കും നോക്കട്ടെ പെടാ. ഇത്രയും ദിവസം ഞാൻ ഇല്ലാത്തുമ്പോൾ ഉമ്മാനായിട്ട് നല്ലപോലെ അല്ല, ഇനി ഉമ്മ ഓളായിട്ട് നല്ലപോലെ നിക്കണൊക്കെ ഒന്ന് കാണണം. ഉമ്മാനും ഓളയും കൂടി എങ്ങനെയെങ്കിലും തമ്മിൽ തെറ്റിക്കണം, എന്നിട്ട് ഓളെ ഇവിടുന്ന് എങ്ങനെയും ഇവിടുന്ന് പറഞ്ഞേക്കാൻ നോക്കണം. എന്നാലേ ഇപ്പൊ നിക്ക് ഇവിടെ നിക്കാൻ പറ്റുള്ളൂ. ഉമ്മാനോട് ആ കാര്യം പറയണ്ട. എങ്ങനെയെങ്കിലും പതുക്കെ പതുക്കെ ഓളെ ഓനെ ഇവിടുന്ന് പറഞ്ഞേക്കണം. ഇവൾ കാരണം ഇനി അവർ വീട് വിട്ടിറങ്ങുമോ? നമുക്ക് കണ്ടു തന്നെ അറിയാം.